പ്രകൃതി ചികിത്സാ കേന്ദ്രവും യോഗ സെന്ററും ആരംഭിക്കുന്നതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പ്രാരംഭ നടപടിയായി. ഭാരതീയ പ്രകൃതി ചികിത്സാ വകുപ്പിന് നിയന്ത്രണത്തിൽ 50 ബെഡുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രവും യോഗ സെന്ററും ആരംഭിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് PS സുബാൽ MLA നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പുനലൂരിലെത്തി കാര്യങ്ങൾ വിലയിരുത്തി. ഒത്തുപോകുന്നൊരു സാധനം മറ്റേത് കുറച്ചുകൂടെ ടൗൺ ആയാലും ടൗൺ ആയിരിക്കും നല്ലത്. അതായത് റോഡ് കണക്ടിവിറ്റി ആണ്. ഈ ഒരു നാച്ചുറൽ പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി ചെയ്യാൻ പറ്റില്ല. കാറ് പറയാൻ മുഴുവൻ സ്ഥലം ഉപയോഗിക്കണം, അത് പറ്റില്ല. അവർക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ചികിത്സ വേണ്ട. അപ്പോൾ ഒരിക്കലും ആ ഹോസ്പിറ്റൽ ഇതോട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഭാരതീയ ചികിത്സാ വകുപ്പിന് നിയന്ത്രണത്തിൽ പുനലൂരിൽ നിലവിൽ പ്രകൃതി ചികിത്സാ കേന്ദ്രവും യോഗ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു കൂടി വേണ്ടിയാണ് കൂടുതൽ കിടക്കകളുള്ള പുതിയ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ച് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തത്തക്ക നിലയിൽ പദ്ധതി ആവിഷ്കരിക്കാൻ നടപടികൾ തുടങ്ങിയത്. പ്രസ്തുത പദ്ധതിക്കായി ആവശ്യമായി വരുന്ന സ്ഥലം വാളക്കോട് വില്ലേജിൽ കല്ലടയാറിന്റെ തീരത്ത് വന്മള ഭാഗത്തായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം നിലവിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. സ്ഥലം സന്ദർശിച്ച ശേഷം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം കൈമാറുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നൽകിയാൽ ഉടൻ പദ്ധതി ആരംഭിക്കാൻ കഴിയുമെന്നും അറിയിച്ചു. MLAയുടെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ B. സുജാത, മിഷൻ ഡയറക്ടർ ഡോക്ടർ D. സജിത് ബാബു, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ സജി D. ജയനാരായണൻ, ഡോക്ടർ ഷൈജു, ഡോക്ടർ പൂജ, നഗരസഭാ കൗൺസിലർ ബിനോയ് രാജൻ, MLAയുടെ പ്രതിനിധി B. അജയൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.